ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ദിവസമാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ എണീച്ച് വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഗെറ്റ് ടുഗെദർ കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലം കാണാൻ പോവുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും കൂടി നമ്മുടെ വീടല്ലാണ്ട് ഒരു വേറെ സ്ഥലത്ത് കൂടിയാൽ കുറച്ചും കൂടി നമുക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം കണ്ടെത്തുമല്ലോ. വീടാകുമ്പോൾ നമ്മളതായിട്ടുള്ള നമ്മളെ ജോലി കാര്യങ്ങൾ അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഒരു മൂഡിലില്ലാണ്ട് നമ്മളതായിട്ടുള്ള ഫുൾ അടിച്ചുപൊളി മൂഡായിട്ട് ആ വൈബ് മൊത്തം അങ്ങോട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുകൂടൽ, അതാണ് ഉദ്ദേശം. മക്കളൊക്കെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവർ വീട്ടിലുള്ള ക്രിക്കറ്റിൻ്റെ ബാറ്റും സ്റ്റെമ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ എടുത്ത് വെക്കാനുള്ള ഇതിലാണ് കേട്ടോ. അതേപോലെ ഇങ്ങനെ കള്ളനും പോലീസൊക്കെ കളിക്കാനുള്ള അവിടെ ബുക്കും പെന്നൊന്നും ഇല്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്സ്, പെന്ന്, അങ്ങനത്തെ എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ആ ഒരു വൈബാണ്. അപ്പോൾ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിച്ചിട്ട് ഒരു 2 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡായിട്ട് ഉമ്മ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചിട്ട് കുറച്ച് പിന്നെ അതങ്ങോട്ട് കഴിച്ചിട്ട് ബാക്കി ഡ്രസ്സ് മാറാം എന്നൊക്കെ ഉള്ളതിലാണ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരം ഉമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ ആ ഒരു യെല്ലോ റൈസ്, മസാല കൂടിയ റൈസ് ഇതിങ്ങനെ പെറുക്കി തിന്നു കേട്ടോ. അതെൻ്റെ ഒരു ഹോബി ആയിട്ട് വേണം പറയാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോനും എൻ്റെ അതേ വൈബായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തിന്നണ അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ അവനും അങ്ങനെ ചൂട് ബിരിയാണി കഴിച്ചിട്ട് വായ പൊള്ളിയിട്ട് ഓടിച്ചാടി നടക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വേഗം 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 3 മണിയാകുമ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു ഇറങ്ങാനുള്ള. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുകളിൽ കയറിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ മുകൾക്കൊന്നും കയറാറില്ല. അപ്പോൾ നയന, അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, ഫുള്ള് അവിടെയൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് അവളുടെ റൂമും കാര്യങ്ങളൊക്കെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ നിലുവിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവൾ നിലുവിൻ്റെ കുറേ ടോയ്സും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടും അവരുടെ നല്ല ഗുഡ് മെമ്മറീസ് ആയിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്യണ അവിടെ വരെ ഇഷ്ടം പോലെ ചെടികളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് അയണൊക്കെ ചെയ്ത് വന്നിട്ട് വേഗം ഡ്രസ്സ് മാറാം കേട്ടോ. മക്കളൊക്കെ ഒന്ന് ഡ്രസ്സ് മാറ്റിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കുക. എന്നാൽ പിന്നെ മക്കൾ മമ്മ റെഡിയായോ ഞങ്ങൾ റെഡിയായി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരില്ലല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഞാനത് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് മേക്കപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് സ്കിൻ കെയർ ആട്ടോ. സ്കിൻ കെയർ ചെയ്താൽ തന്നെ ഭയങ്കര സമാധാനം. പിന്നെ മേക്കപ്പായിട്ട് അങ്ങനെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, കോമ്പാക്ട് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ മാത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഒരുങ്ങണം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ മാത്രമാണ് ഐലൈനറൊക്കെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ ഐലൈനറൊന്നും ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ പറയും. പക്ഷേ എനിക്കെന്താ അറിയില്ല, ഞാൻ ഒരുപാട് ഒരുങ്ങിയ പോലെയും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലിപ്സ്റ്റിക്കും ഇട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിന്നതാണ്. പിന്നെ ഞങ്ങൾ 2 കാറിലാണ് പോണത്. ഞാനും വണ്ടി എടുക്കുന്നുണ്ട്, എൻ്റെ കാക്കയും വണ്ടി എടുക്കുന്നുണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ സിസ്റ്ററും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, മഞ്ചേരിക്ക് വരുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ സ്ഥലമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും വണ്ടി ഉണ്ടല്ലോ അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഉമ്മയും ഇപ്പയും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു 2-2:30 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ കാക്ക വണ്ടി നിർത്തിയിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുടിക്കുകയാണ്. ഞാൻ പിന്നെ കരിമ്പ് ജ്യൂസിൻ്റെ അത്ര ഒരു ഫാനല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഉമ്മാക്കൊക്കെ ഷെയർ ചെയ്തു, മക്കളും കുടിച്ചു. മക്കളും അങ്ങനെ കുടിക്കൽ കാണലില്ല. പക്ഷേ എന്താ അറിയില്ല, എല്ലാവരും പോണേൻ്റെ ആ ത്രില്ലും ഒക്കെ ആയതുകൊണ്ടാവണം മക്കളും നന്നായിട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ പോവാണ്. പാടവും നല്ല തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട്
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോണ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മുന്നിൽ തന്നെ എൻ്റെ കാക്ക ഉണ്ട്. അപ്പോൾ ഞാൻ ഓനോട് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് മുന്നോട്ട് പോകരുത്, എനിക്ക് ഈ വഴിയൊന്നും തീരെ അറിയാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവൻ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു മഞ്ചേരിയിൽ നിന്ന് മമ്പാട് എന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അങ്ങോട്ടേക്കൊരു 45 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ സിസ്റ്ററും വരാനുണ്ട്, പിന്നെ സിസ്റ്റർ മോളും വരാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്, നേരെ ഇങ്ങോട്ടേക്ക് എത്താം എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ ഇതാ എൻ്റെ താത്ത വന്നു. അപ്പോൾ അവൾക്കും ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ. അപ്പോൾ അവൾ തകൃതിയായിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഹട്ട് പോലെയുള്ള അങ്ങനെ സ്റ്റേയും ഉണ്ട്, നോർമൽ കോട്ടേജ് പോലെയുള്ള സ്റ്റേയും ഉണ്ട് കേട്ടോ. ഹട്ടൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു ഇത് കോട്ടേജാണ്. ഇവിടെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹട്ട് ചൂസ് ചെയ്തില്ല, കാരണം ഹട്ട് കുറച്ച് ഭയങ്കര ചെറുതല്ലേ. അപ്പോൾ മക്കളും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ കുറച്ചും കൂടി വിശാലമാവാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടേജ് ആട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. നമ്മൾ സാധാരണ ഒരു റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ വേറെയും ഫാമിലീസൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. അതായത് നിങ്ങളൊരു ടീം വരികയാണെങ്കിൽ മൊത്തം ആ ടീമിനാണ് ഇവിടെ കൊടുക്കുക. അങ്ങനെ ഒരു റൂം മതി, 2 റൂം മതി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 7 റൂമാണ് ഉള്ളത്. അത് മൊത്തമായിട്ട് എടുക്കാം. 20 പേർക്ക് ആ ഒരു പ്രൈസിങ്ങിൽ നിൽക്കാം. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അങ്ങനെ ചാർജ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശല്യപ്പെടുത്താനോ അങ്ങനെ, അതായത് ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ചിന്തിച്ചുകൊണ്ട് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്കുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ഫുൾ കളി തകൃതിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. അപ്പോൾ അവിടെ കുട്ടികൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സാധനങ്ങളൊക്കെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും ആ സ്വിങ്ങൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരും അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ലിമിറ്റേഷൻ വെക്കാൻ ആരും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം തോന്നിയത്, ഞങ്ങൾ ഫുള്ളി റിലാക്സ്ഡ് ആവാൻ വന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്റ്റാഫ് എന്തെങ്കിലും ഞങ്ങൾക്ക് കിച്ചണിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ട്. അല്ലെങ്കിൽ അവർ ആദ്യം പറയേണ്ടിയിരുന്നു, അവിടെ സ്റ്റാഫ് ഇങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരുതണം, രാത്രിക്കത്തെ ഫുഡ് മാത്രമേ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുള്ളൂ, അങ്ങനെയൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും. ഞങ്ങൾ ബാക്കിയുള്ള ബിരിയാണി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചത് അതുപോലും എടുക്കാൻ മറന്നിട്ട് വരികയാണ് ചെയ്തിട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ നന്നായിട്ട് കുറവ് ഫീൽ ചെയ്തു. ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ചായ ഉണ്ടാക്കാനുള്ള, അങ്ങനെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പാല് പോലും ഉണ്ടായിരുന്നില്ല, ഒരു പാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനും സാധനങ്ങൾ, അറ്റ്ലീസ്റ്റ് സാധനങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ അതൊരു കുറവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നിലൂട്ടന് നയന കുറച്ച് കേക്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാറിൽ ഓൾറെഡി ഒരു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ രാത്രി എന്തായാലും അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്താണോ ഓർഡർ ചെയ്യണത് അത് തരും കേട്ടോ, അത്ര തന്നെ. അത് ഈ ഒരു ചാർജിൽ പെട്ടതുമല്ല, നമ്മൾ വേറെ തന്നെ ഓർഡർ ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് അവരുടേതായിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ, കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ബാറ്റും ബോളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തകൃതിയായിട്ട് കളി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എടുക്കേണ്ടിയിരുന്നില്ല കേട്ടോ. ബാറ്റും ബോളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഷട്ടിലൊക്കെ കളിക്കാനുള്ള അതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെസ്സല്ല ക്യാരം ബോർഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ക്രിക്കറ്റൊക്കെ കളിച്ചു. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പുഴ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ പുഴ കാണുന്നുണ്ടായിരുന്നു നന്നായിട്ട്, പക്ഷേ പുഴേൻ്റെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ ടയർ വെച്ചിട്ടുള്ള ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾക്ക് പിന്നെ എവിടെ കിട്ടിയാലും ഞങ്ങൾ സംസാരം തീരാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിതാ അടുത്ത കളിയിലേക്ക് കയറിയിട്ടുണ്ട്, ബാഡ്മിൻ്റൺ കളി കയറിയിട്ടുണ്ട്. ആർക്കും കളിക്കാൻ അറിയില്ല, ഒരാൾ പോലും അതിൽ പ്രോപ്പർ കളിക്കാൻ അറിയില്ല എന്നുള്ളത് കേട്ടോ ആദ്യത്തെ ഹൈലൈറ്റ്. കളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആരുടെയോ ബാറ്റ് എങ്ങനെയോ ആ കോർക്കിൽ കൊണ്ടിട്ട് ആ കോർക്ക് ആ ടെറസിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനുള്ള ശ്രമമാണ്. പിന്നെ ഞങ്ങൾ പിന്നെ ആരും തടിക്കും വണ്ണത്തിനും കുറവില്ലാത്തതുകൊണ്ട് തന്നെ ആ സ്റ്റൂളും ആർക്കും അങ്ങനെ കയറാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ നീനൂട്ടിക്ക് തന്നെ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെ കയറ്റിയിട്ട് കുറേ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു കോർക്ക് അവിടെ അങ്ങനെ ഇരിക്കണ കണ്ടു. അപ്പോൾ ഈ മുകളിൽ പോയ കോർക്ക് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയ കോർക്ക് വെച്ചിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തകൃതിയായിട്ടുള്ള കളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആർക്കും കളിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ 3 നേരമാണ് കളിച്ചു തുടങ്ങിയത്. അപ്പുറത്ത് എൻ്റെ ഇക്കാക്ക എൻ്റെ മൂത്ത മോനായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് മക്കൾ മറ്റേ ട്രാംപോളിൻ ഉണ്ടല്ലോ, ചാടി ചാടി ഇങ്ങനെ വെക്കണേ, ഒക്കെ അതിലും മക്കൾ കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ഓരോരോ ബിസിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളെ മുടി എവിടെയോ കുടുങ്ങി ചാടുന്നതിൻ്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് രക്ഷപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ, ഓരോരോ എൻജോയ്മെൻറ്റിലാണ്. പിന്നെ കാക്ക ക്രിക്കറ്റ് കളി നിർത്തിയിട്ട് ഞങ്ങളെ ബാഡ്മിൻ്റൺ കളിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവനും അറിയില്ല കേട്ടോ, ഒട്ടും കളി അറിയില്ല. എന്നാലും ഞങ്ങൾ അങ്ങനെ തകൃതിയായിട്ട് കളി തുടങ്ങി. രാത്രി വരെ കളിയായിരുന്നു കേട്ടോ. പിന്നെ അതിൽക്ക് ഞങ്ങൾ കുറേ നേരം കളിക്കണ കണ്ടപ്പോൾ അളിയാക്കയും കൂടി വന്നിട്ടോ. അളിയാക്ക എന്ന് പറയുന്നത് സിസ്റ്റർ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കളിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടെങ്കിലും ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞ് നല്ല ഭംഗിയുണ്ട് ലൈറ്റ്സൊക്കെ ഓണായത് കാണാൻ വേണ്ടി, ഇങ്ങോട്ടേക്ക് വന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കളിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. ആ വരുന്ന വഴിയൊക്കെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ലൈറ്റിങ്ങും കൂടി വന്നപ്പോൾ പൊള്ളിയായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. അന്നേരം താത്താൻ്റെ മോള് ഹസ്ബൻഡ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഫാമിലി ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറി വന്ന് പൂളിൽ ചാടാനുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത്. അപ്പോൾ മക്കൾ വന്ന ഉടനെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് മമ്മ, അതിലേക്ക് ചാടാന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ പിടിച്ച് നിർത്തിക്കായിരുന്നു. കാരണം രാത്രി ആവട്ടെ എന്നാൽ വെള്ളത്തിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏത് സമയവും പൂളൊക്കെ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി ചാടാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. സിസ്റ്റർ മോളും ഹസ്ബൻഡൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കഴിക്കാനില്ലാത്തൊരു ഫീലായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ ഇങ്ങനെ പൂളിൽ ഇറങ്ങി ആ ഒരു ടൈമിലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവർ കുറച്ച് മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന മിഠായികളൊക്കെ കഴിച്ചിട്ടും ഒക്കെ ആയിരുന്നു ഞങ്ങൾ പൂളിലൂടെ പാട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് ഡാൻസും ചെയ്താണ് ഞങ്ങൾ പൂളിലൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ നല്ല ഡയറ്റിലായിരുന്നു. 30 days ഓഫ് വെയിറ്റ് ലോസ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എടുക്കാത്ത വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് കൊണ്ട് എക്സ്ക്ലൂസീവ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഈ ഡയറ്റ് തെറ്റിച്ച് ഫുഡൊക്കെ കഴിക്കണതിൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുൾ എൻജോയ്മെൻറ്റിൽ അങ്ങനെ നടക്കുകയാണ്. ഫോണ് വെള്ളത്തിൽ വീഴുമോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ നടക്കുമ്പോൾ. പക്ഷേ ഇതൊക്കെ എടുത്തില്ലെങ്കിൽ ഒക്കെ നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ പോണത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ്, കയ്യിൽ നിന്ന് ഇങ്ങനെ ഫോണ് വഴുതി പോകുന്നുണ്ട്. എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു കേട്ടോ.
കോപ്പിറൈറ്റ് വരും. പൂളിലുള്ള ആർമാദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും കേട്ടോ ഗ്യാസൊക്കെ കയറിയിട്ട്. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വിശന്നിരിക്കാറില്ല. ഇച്ചിരി ആണെങ്കിൽ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പൂളിലൊക്കെ നല്ല കളിച്ച് കുറച്ച് ആർമാദിച്ചില്ലേ, എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 9:30 ആയപ്പോൾ അവർ 8:30 ആയപ്പോഴത്തേനും അവർ ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൂളിലായതുകൊണ്ട് അങ്ങനെ കയറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു കിച്ചണാണ്. അവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം. അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്, ഓവനുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പൊറാട്ടയും ഫ്രൈഡ് റൈസും പിന്നെ 2 ടൈപ്പ് ചിക്കൻ്റെ കറിയും ഒരു ബീഫ് കറിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞങ്ങൾ ഡ്രൈ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവർക്ക് അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞങ്ങൾക്ക് വീണ്ടും 2 ടൈപ്പ് കറിയാണ് ചിക്കനത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ല വിശന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആക്രാന്തത്തോടു കൂടി കഴിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കുറച്ച് ബീഫ് കറിയും കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഗെറ്റ് ടുഗദർ ഈ മാസം, അതായത് ഡിസംബർ മാസത്തിൽ തന്നെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടൊരു റീസണാണുള്ളത്. ഉമ്മാൻ്റെ ബർത്ത്ഡേ ഈ മാസമാണ് കേട്ടോ. കറക്റ്റ് ഡേറ്റ് ഒന്നും അങ്ങനെ ഞങ്ങൾക്കറിയില്ല. ഈ മാസം തന്നെയാണോ ഉമ്മാൻ്റെ ബർത്ത്ഡേ എന്നുള്ളതൊന്നും ഉമ്മാക്കും ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്ര കാലമായിട്ട്. ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ബ്രദറിൻ്റെ ഇക്കാക്കയാണ് തീരുമാനിച്ചത് ഉമ്മാൻ്റെ ബർത്ത്ഡേ ഡിസംബർ 22 എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ 22 എന്ന് കണക്കാക്കാറില്ല. ഈ ക്രിസ്മസ് വെക്കേഷനിൽ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുമല്ലോ, ആ ഒരു ഡേറ്റ്, ആ ഒത്തുകൂടാൻ പറ്റുന്ന ആ ദിവസത്തിൽ ഉമ്മാൻ്റെ കേക്ക് കട്ട് ചെയ്ത് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അതും കൂടി പ്രമാണിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയുള്ളത്. പക്ഷെ ഉമ്മാക്ക് ഒട്ടും അറിയില്ല കേട്ടോ. ഞങ്ങൾ ഈ ആദ്യം കേക്ക് കട്ടിങ്ങും ഒക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതൊന്നും ഉമ്മാക്ക് അറിയില്ല. ഫുൾ സർപ്രൈസാണ്. ഇപ്പോൾ കേക്കൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ട് ഉമ്മ കാണാണ്ട് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ എന്തോ ഭാഗ്യത്തിന് ഉമ്മ അത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അപ്പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ അളയാക്കാനാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേക്ക് എടുത്തിട്ട് മെല്ലെ കൊണ്ടുവരണം എന്നുള്ളത്. എന്നാൽ പിന്നെ ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അളയാക്ക മെല്ലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അവിടെ പക്ഷേ ഇമ്മ നേരെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇമ്മാനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇങ്ങനെ കാരണം എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഉമ്മ കണ്ടാൽ മതി എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം കണക്കാക്കി ഉമ്മ ഗുളി കുടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ റൂമിലേക്ക് പോയിട്ടോ. കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി വരുന്ന ആളാക്ക. ഇമ്മ അങ്ങോട്ട് പോയോട് കൂടിയിട്ട് ഞങ്ങൾ ആദ്യം എവിടെ ഇതൊന്ന് വെക്കും എന്നുള്ള ചർച്ചയിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അവിടെ ഒരു കുഞ്ഞ് ടേബിൾ സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങോട്ടേക്ക് പിടിച്ചിട്ടിട്ട് ഞങ്ങൾ ആ കേക്കൊന്ന് പൊട്ടിച്ച് നല്ലപോലെ വെക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കാൻ കേട്ടോ. ഇതൊക്കെ താത്തയാണ് കേക്ക് താത്ത വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോൾ മെല്ലെ കാറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു കേക്ക് ആയിരുന്നു. അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഉമ്മ വരുന്നുണ്ട്. ഉമ്മക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ഉമ്മ നോർമലി ഉമ്മക്ക് ഷുഗർ അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മരുന്നൊക്കെ കുടിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അത് ഒക്കെ കുടിച്ച് വരുന്ന ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓൺ വോയിസ് ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ പിറകിൽ നല്ല പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇൻക്ലൂഡ് ചെയ്യണില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഒക്കെ പാടുന്നുണ്ട് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര സർപ്രൈസ്. ഉമ്മക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു. ഉമ്മക്ക് ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതിന് ശേഷം ഞങ്ങൾ നേരെ കേക്ക് കട്ട് ചെയ്തു. ആർക്കാണ് ഫസ്റ്റ് കേക്ക് തരേണ്ടതെന്നുള്ള ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഉമ്മാനോട് തല്ലുണ്ടാക്കിയിരുന്നു, ആർക്കാണ് കേക്ക് തരുന്നത് കാണിട്ടത്. അപ്പോൾ ഉമ്മ ചെറുതിങ്ങന്ന് അങ്ങോട്ട് തുടങ്ങി, ചെറിയ കുട്ടിക്ക് ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുതിന്നാണ് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു, മൂന്നാളും കൂടിയിട്ട് ഉമ്മക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കേട്ടോ. അതൊക്കെ കൊടുത്ത് ഉമ്മ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ട്, ഉമ്മ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഒരു കാര്യം സർപ്രൈസായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്കും ആ ഒരു സന്തോഷം ഉണ്ടാവുക. ഇമ്മ ഗിഫ്റ്റ് കിട്ടിയ പാട് തന്നെ പൊളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ചുരിദാറിൻ്റെ സെറ്റായിരുന്നു കേട്ടോ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇമ്മ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ സൽവാറൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. കാരണം ഉമ്മക്ക് കൈൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, പൊക്കാൻ കഴിയാത്തൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട്, കൈ അധികം പൊക്കാൻ കഴിയില്ല. അപ്പോൾ ഉമ്മക്ക് സാരി ഉടുക്കാനും അങ്ങനെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക ചുരിദാറിട്ട് ശീലാക്കിയതാണ് കേട്ടോ ഉമ്മാനെ. അപ്പോൾ അധികം ചുരിദാറൊന്നും ഇല്ല, അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിലൊന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ മകൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കുറച്ച് റീൽസ് അങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ എന്തെങ്കിലും എല്ലാവരും കൂടി ഉള്ള എന്തെങ്കിലും ഒരു റീൽസ് എന്തെങ്കിലും സെറ്റാക്കാം അങ്ങനെയൊക്കെയുള്ളൊരു മൂഡായിട്ടോ. അപ്പോൾ ഞാനും പിന്നെ താത്താൻ്റെ മൂത്ത 2 മക്കളും കൂടിയിട്ട് ഒരു റീൽസ് ചെയ്യാന്നുള്ള രീതിയിൽ, എനിക്ക് അങ്ങനെ ഡാൻസ് അറിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടാളും എന്നെ പഠിപ്പിച്ച് തരാണ് ഒരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ അത് വീഡിയോ എടുക്കണ്ട, നാളെ പോകാനാവുമ്പോൾ എന്തായാലും നല്ല ഡ്രസ്സ് ഇടുമല്ലോ. അപ്പോൾ ആ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് എന്താ പറയുക റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു റീൽസ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. കണ്ണിണയിൽ കാമനോട്ടം അതിപ്പോൾ ട്രെൻഡാണല്ലോ, അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ ഫുൾ ഞങ്ങൾ കൊളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ എന്തായാലും ഔട്ട്പുട്ട് ഏകദേശം ഒപ്പിക്കാം എന്നുള്ള രീതിയിലായപ്പോൾ അതങ്ങനെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ നീണ്ട സമയത്ത് റിഹേഴ്സലും ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ പോയിരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് കുറേ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം റിലാക്സ്ഡായി. പിന്നെ എല്ലാവരും ഓരോരോ വഴിക്ക് തിരിഞ്ഞു കേട്ടോ. ചിലർ അവിടുന്ന് മറ്റേ എന്താ പറയുക ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്, മക്കളവിടെ അപ്പുറത്ത് ട്രാംപോളീനും ഒക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ഞാനും നീനും എൻ്റെ കാക്കയും കൂടിയിട്ട് പാട്ടൊക്കെ പാടാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. ഞങ്ങൾ 3 ഇങ്ങനെ ഒത്തുകൂടിയാൽ എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. ഞാനൊക്കെ കൂടിയിട്ട് 2 പാട്ട് പാടി, ഞാൻ നീനും ഒരു പാട്ട് പാടി, പിന്നെ നീനും കാക്കയും കൂടി ഒരു പാട്ട് പാടി കേട്ടോ. അങ്ങനെയൊക്കെ അതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ താഴെ നിന്നൊക്കെ കയറി ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കള്ളനും പോലീസിനും കൂടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതങ്ങോട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൽ ഇപ്പം അല്ല കേട്ടോ, ഇപ്പം വേഗം ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 1 മണിയൊക്കെ ആയല്ലോ, അപ്പോൾ ഉറങ്ങാൻ പോയി. താത്താൻ്റെ മോളും ഹസ്ബൻഡും കുട്ടി ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും ഉറക്കാനും പോയി കേട്ടോ. പിന്നെ ഞങ്ങളാണ് കൂടിയിട്ട് കളിക്കണത്. ഇച്ചൊന്ന് കൊണ്ടപ്പോളേ I am the police. ഒന്നെങ്കിൽ പൂജ അല്ലെങ്കിൽ 500 ആണ് എന്റെ വിധി ഒന്നുണ്ട്. അത് ഞാൻ അടുത്തോടത്തൊക്കെ എല്ലാരും ഒരു മുഖഭാവം കണ്ടിട്ട് നയന കള്ളൻ അല്ല കാക്കയാണോ? ആരാണ് പറഞ്ഞോടെ തുത്തു പറ്റി ഇമ്മ ഇങ്ങളോ ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് പോലീസിന്റെ അമ്മയാണ്. ആ ശരിയാണല്ലോ. ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. 800 മന്ത്രി.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എല്ലാവരും മാർക്ക് കൂട്ടി നോക്കുകയാണ്. അപ്പോൾ അതുവരെ കൂട്ടി നോക്കിയാൽ അലാക്കായിരുന്നു കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അലാക്ക ഞാൻ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരെ കൂട്ടി നോക്കി എല്ലാം സെറ്റായപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങോട്ട് സംഭവിച്ചത്. ആര്യനായിരുന്നു കേട്ടോ ഫസ്റ്റ്. നിങ്ങളല്ല ഫസ്റ്റ്, ആര്യനാണ് ഫസ്റ്റ്. സെക്കൻഡ് അലയാക്ക, ആര്യ ഫസ്റ്റ്, സെക്കൻഡ് അലയാക്ക, തേർഡ് ഉമ്മ, ഫോർത്ത് നീനു, ഫിഫ്ത്ത് റീനൂട്ടൻ, സിക്സ്ത് നൈനൂട്ടി, സെവൻത്ത് തുത്തു, സെവൻത്ത് ഞാന്, എയ്ത്ത് തുത്തു, നയൻത്ത് ഉമ്മു, ലാസ്റ്റ് താത്ത. ആര്യന് നിങ്ങളെക്കാൾ 100 മാർക്ക് കൂടുതൽ. പണി ഒന്നുകൂടി കൂട്ടി അലയാക്കൊക്കെ സങ്കടായി. ഓന് കൊറേ 900, 800, 700 1000 രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് ഉമ്മയും താത്തയൊക്കെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അവരൊക്കെ ഹട്ടിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അതുകൊണ്ട് താഴെയാണ്. ഞങ്ങൾ കോട്ടേജ് മുകളിലായിരുന്നു കേട്ടോ. 7 റൂമുണ്ടെങ്കിലും ഞങ്ങൾക്ക് 5 റൂം യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഏതായാലും അവരൊക്കെ ഉറങ്ങാൻ പോയി, ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും പിന്നെ നീനുട്ടിനും കൂടി ഞാൻ എൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. എനിക്കൊരു ഒറ്റയ്ക്ക് കിടക്കണ ആ ഒരു ഫീല് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടി ഈ റൂമിൽ കിടക്കുകയാണ്. ഇപ്പോൾ സമയം 2:45 കേട്ടോ. ഞങ്ങളെല്ലാവരും കളിയും കഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2:45. ഇതിപ്പോൾ പിറ്റേന്നാണ് കേട്ടോ. രാവിലെ ഒരു 9:30 ഉണ്ടാവും ടൈം. ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എണീച്ചത്. പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി വന്ന് മക്കളെ ഒന്ന് എണീപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് കേട്ടോ. ഫുഡൊക്കെ താഴെ സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ബാൽക്കണിയിലേക്ക് വന്ന് താഴോട്ട് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. താഴെ ഹാജരായിട്ടുണ്ടായിരുന്നു. അളയാക്കും ഇമ്മയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. താത്ത അപ്പുറത്ത് വീഡിയോ ഒക്കെ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ട്രൈയിലാണ് തോന്നുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത് അത് കേട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഈ ബാൽക്കണിയിലാണ് തുണിയൊക്കെ വെച്ചിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂളിൽ ചാടിയതിൻ്റെ തുണിയോ എല്ലാം ഞാൻ ആ ബാൽക്കണിയിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് വിരിച്ചിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഞാൻ താഴേക്ക് ഇറങ്ങി ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവരും വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ കാക്ക ഓൾറെഡി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. നയനും ഒക്കെ ഡ്രസ്സ് മാറാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ആയതിനു ശേഷം കുളിച്ച് ഡ്രസ്സ് മാറാമെന്നൊക്കെ ഉള്ള ഇതിലാണ് കേട്ടോ. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ സമയമുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഒരു 9:30 ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉമ്മ കുളിച്ച് ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇട്ടിട്ടുള്ളത്, ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉമ്മക്ക് കറക്റ്റ് പാകം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ടാഗൊന്നും പൊട്ടിക്കാണ്ടും അതിൻ്റെ കവറൊന്നും കളയാണ്ടൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. റിട്ടേൺ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഓൺലൈനിലാണല്ലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉമ്മ അതിൻ്റെ ടാഗൊന്നും പൊട്ടിക്കാണ്ട് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഉമ്മക്ക് പാകമായതുകൊണ്ട് ഞങ്ങളത് പൊട്ടിച്ച് കളയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ട്, ദോശ, വെള്ളപ്പം ഇതിലേതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പുട്ടും ദോശയാണ് ഞങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കും കേട്ടോ അവിടെ ഉണ്ടാവുക. ഞങ്ങൾക്ക് അതൊന്നും ഒട്ടും എന്താ പറയുക, കുറച്ചും കൂടി മെനു ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഏതായാലും കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വരുന്ന വഴിക്ക് ഇതാ അവർ ഗാർഡനിങ് ഒക്കെ ഓരോ സൈഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഓരോരോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം കിച്ചണിലെത്തിയപ്പോൾ ഇപ്രാവശ്യം അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹിന്ദിക്കാരി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, ഒന്നും പറയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തലേന്നത്തെ ഫുഡ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു 2 പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കും ഉണ്ടായിരുന്നല്ലോ, ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തേ. അപ്പോൾ അതും ഒന്ന് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടോ. അങ്ങനെ കൊണ്ടുവച്ച് എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാൽ അത് തീർന്ന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അതും അങ്ങോട്ട് കൊണ്ടുവച്ചു. ബാക്കിയൊക്കെ ഞാൻ അവിടെ ഓവൻ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ടോ. ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ചൂടാക്കാനും കാര്യങ്ങളൊക്കെ ഞാനത് ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവരും നല്ല ചായ കുടിയന്മാരായതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തിന് എന്താ സിസ്റ്റർ മോളും ഹസ്ബൻഡൊന്നും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊന്നും തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവരോട് പറഞ്ഞിട്ട് ചായ കുറവാണ്, കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ സെറ്റാക്കി തരികയാണ് ചെയ്തത്. താത്താൻ്റെ പേരക്കുട്ടി എണീച്ച് വരുമ്പോഴത്തേന് പാലൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ എണീച്ച് വരും. അങ്ങനെ ഞങ്ങളുടെ ഐറൂഷ് എണീച്ച് വന്നിട്ടുണ്ട്. നിലുട്ടനെ പിന്നെ അങ്ങനെ കാണാൻ കിട്ടില്ല കേട്ടോ. കാരണം കീ കൊടുത്ത പോലെയാണ്, താഴെ വെച്ചാൽ പിന്നെ കീ കൊടുത്ത പോലെയാണ്, എവിടേക്കോ ഓടിപ്പോവും. അപ്പോൾ അവൻ്റെ പിന്നാലെ നടക്കാനേ ബാക്കി നയനക്കും എൻ്റെ ഉമ്മാക്കൊക്കെ ആണെങ്കിൽ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ താത്ത ഐറൂസിന് ഫുഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവനെ പാട്ട് പാടി കളിപ്പിക്കുകയാണ്. അപ്പോൾ പാട്ട് പാടേണ്ട താമസം അവൻ ഡാൻസ് കളി തുടങ്ങും കേട്ടോ. അപ്പോൾ അവൻ്റെ വായിലുള്ള ഫുഡൊക്കെ താഴെ വീഴും. അപ്പോൾ അതിങ്ങനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. എൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ ചൊറിഞ്ഞ് പറയണ കാര്യം എന്താരോ, പൂളിൽ ചാടാമമ്മ, പൂളിൽ ചാടാമമ്മ, പൂളിൽ ചാടാമമ്മ, അങ്ങനെ ഒരു തലക്കൊരു സ്വൈര്യം തരാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം നല്ല വെയിലാണ് മോനെ, ഇപ്പം പൂളിലേക്ക് ചാടിയാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നും സമ്മതിക്കണില്ല കേട്ടോ. അങ്ങനെ അവർ വരട്ടെ ഇവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ പിടിച്ചു നിന്ന്. പിന്നെ അവർ ഒന്നിനും എന്നെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് പൂളിൽ ചാടിക്കുമെന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു. പക്ഷേ ഇനി എല്ലാ ഡ്രസ്സും നനക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലത്തെ ഡ്രസ്സ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതന്നെ ഇട്ടിട്ട് ചാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതാ പറഞ്ഞ പാടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അനുസരണമുള്ള മക്കളായിട്ട് അതൊക്കെ ഇട്ട് വന്നിട്ട് നേരെ അവർ പൂളിൽ ചാടിയിട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീട്ടിൽ കാണിക്കണില്ല, അപ്പുറത്തുണ്ട് ചെറുതായിട്ട് കാണാം. ഞങ്ങൾ ആ നേരം ഫുള്ള് കഥ പറഞ്ഞ് ഐറൂസിനെ കളിപ്പിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. നീലുട്ടനും ഞാനും കാക്കയൊക്കെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ ഫുള്ള് വൈബാണ് കേട്ടോ. രാവിലെ നന്നായിട്ട് ഉറങ്ങി എണീച്ച് വന്നതിൻ്റെ ആ ഒരു ഉണർവ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം മക്കളെയൊക്കെ പൂളിൽ നിന്നൊക്കെ ഒരു വിധം കരക്ക് കയറ്റി അവരെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി ഞങ്ങളും ഡ്രസ്സ് മാറ്റി കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്ത് സെറ്റാക്കിയ ഒരു റീൽ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊക്കെ കയറുന്നത്. എൻ്റെ ആദ്യത്തെ ഡാൻസ് റീലായതുകൊണ്ട് തന്നെ നല്ല സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി അതൊക്കെ എടുത്ത് ഞങ്ങളിതാ കാറിൽ കയറി പോവുകയാണ്. ഏതായാലും അടിപൊളി 2 ദിവസം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. ആളയാക്ക നേരെ അരീക്കോടേക്ക് ആളയാക്കാൻ്റെ അങ്ങോട്ടേക്കാണ്. പക്ഷേ സിസ്റ്ററും മക്കളൊക്കെ എൻ്റെ കാറിലാണ് കയറി, അവരൊക്കെ മഞ്ചേരിയിലോട്ടാണ് കേട്ടോ. അവർക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മഞ്ചേരിയിൽ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ കാറിൽ കയറി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് പോവാണ്. പക്ഷേ വീട്ടിലേക്കല്ല കേട്ടോ, ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് എപ്പോഴും ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫർസ ഹോട്ടൽ, അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ
തലേന്നത്തെ ഫുഡ് അങ്ങോട്ട് ആർക്കും അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. കുറേ ഭയങ്കര എക്സ്പെൻസീവ് ആയ പോലെ തോന്നി. ആ ആ ഒരു പൈസക്ക് വേർത്തായിട്ടുള്ള ഫുഡായിട്ടും തോന്നിയില്ല കേട്ടോ ഞങ്ങൾക്ക് തലേന്ന് രാത്രി അവിടെ കിട്ടിയ ഫുഡ്. പിന്നെ രാവിലത്തെ ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സങ്ങോട്ട് എന്താ പറയുക, ഒരു ഒരു നിറഞ്ഞില്ല എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു. ഒരു ടേസ്റ്റ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഫുഡ് അങ്ങനെ കഴിച്ചില്ല എന്ന് വേണം പറയാൻ. കുറേ ഫുഡ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുഡ് നന്നാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഹോട്ടലിലാണ് വന്ന് കഴിച്ചത്. അധികം എല്ലാവരും ചിക്കൻ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു മീൽസായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് മീൽസും ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ലൈമും ഒക്കെ കുടിച്ച് നല്ല ഒരു സംതൃപ്തിയായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്കാണ്. വീടെത്തിക്കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം കിടക്കുന്ന ഒരു കട്ടിലുണ്ട്. എല്ലാവരും കൂടി അവിടെ അട്ടിക്കിട്ട് കിടക്കും. അങ്ങനെ